ചെറിയ പീക്കിരാൻ പോലത്തെ ഒരു കുഞ്ഞി ഒരു കുയിലേക്ക് തുള്ളുന്നു. നോക്ക് നോക്ക്. ഞാനല്ലാതെ എനിക്ക് ഇട്ടത്. നീയാണ്. സുമേഷ് ചേട്ടാ വാ വാ. നോക്കി നടക്കണ്ടേ ചേട്ടാ? വഴിയിലാണ് കൊണ്ടുവരാറ്. സുമേഷ് ചേട്ടൻ കയറി വാ. എന്ത് പണിയാ കാണിച്ച്? ചവിട്ടി പൊളിക്കിട്ടില്ല. എന്റെ നെഞ്ചുവാണ് ചവിട്ടിക്കോ. ഇരു ചവിട്ടിക്കൂടാ അല്ലേ? എന്താ സുമേഷ് ചേട്ടാ ഈ വഴിക്ക്? ഞാൻ കടയിലെത്തിയപ്പോഴാണ് അറിയണത് തൻ്റെ കാലൊടിഞ്ഞ വിവരം. അപ്പൊ ഞാനൊന്നും ഒരു കയറിയതാണ്. ഒന്നും പറയണ്ട സുമേഷ് ചേട്ടാ, ഞാൻ ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് മുകളിൽ കയറിയതാ. അതിലേക്ക് ഇറങ്ങണ വഴിക്ക് കാലങ്ങോട്ട് തന്നിട്ട് ഒരൊറ്റ വീഴ്ചങ്ങട്. എടോ താൻ എന്തിനോട് ഈ പ്രായത്തിൽ ഈ ടാങ്ക് കയറാനൊക്കെ മേളിൽ കയറണത്? അതിനല്ലേ ഒരുത്തനോടെ ഉള്ളത്. ഇവനാ? അവനൊക്കെ അതിനെവിടെ സുമേഷ് ചേട്ടാ സമയം? ഈ ഫോണിൽ കളിക്കാനുള്ള സമയമുള്ളൂ. എന്നിട്ടിപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞു? ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പൊട്ടലുണ്ട് എന്ന് പറഞ്ഞു. ആ അപ്പൊ അതല്ല പ്രശ്നം. ഒരു മാസം കാലളകാണ്ട് ഇങ്ങനെ ഇരിക്കണം. കഷ്ടകാലം. അല്ല ഇപ്പൊ എന്താ പറയാ? താൻ ഒരുപാട് ഓടി നടന്നതല്ലേ? ഒരു മാസമല്ലേ ഉള്ളൂ. താൻ റെസ്റ്റ് എടുക്കണോ? ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇറങ്ങണപ്പോ? ആ എനിക്ക് കുറച്ച് ധൃതി ഉണ്ടോ. എന്നാ പിന്നെ സമയം കിട്ടുമ്പോ ഒക്കെ വരണം. പിന്നെ വരൂലേ? പറ്റുന്ന വൈകിട്ട് ഇറങ്ങി മിണ്ടി പറഞ്ഞിരിക്കാം. ശരി ശരി. ഞാൻ പറഞ്ഞേ 1.5 ലക്ഷം രൂപ മുതലാണ്. നിങ്ങൾ രണ്ടാളത് എന്ത് ഭാവിച്ചാടാ? എന്നെ അച്ഛനെന്താണ് ഞങ്ങളിവിടെ വെറുതെ ഇരിക്കല്ലേ? വെറുതെ ഇരിക്കല്ലേ? നീ എന്നാ ബാങ്ക് വരെ പോയിട്ട് വാ. അച്ഛൻ എന്തിനീ മാസം മാസം കൊച്ചച്ഛന് പൈസ അയച്ചു കൊടുക്കണം? ഞാനൊരു 100 രൂപ ചോദിച്ചാൽ തരൂലല്ലോ. നിനക്ക് എന്തിനാ പൈസ ഉള്ളത്? നെറ്റ് കയറ്റിട്ട് കുത്തി കുത്തി കളിക്കാനാ? നിന്റെ അച്ഛനെന്ത് ദുഷ്ടനാന്ന്. എന്തെല്ലാം പണിയായി ചെറിയ പ്രായത്തിൽ നിന്നോട് പറയുന്നു. എന്നോട് ഒരു പണിയും പറയില്ലാട്ടാ. ഡൗണിയെ നീ ഇപ്പൊ എന്താ അവനോട് പറഞ്ഞു? ബാങ്കിൽ പോണെന്ന് പറയാന്ന് അച്ഛാ. ചെല്ല് വേഗം ചെല്ല്. അച്ഛ അതിന് ബാങ്ക് വരെ പോണ എന്തിനാണ്? ഞാൻ കൊണ്ടുപോയി ആ പൈസ CDM-ൽ ഇട്ടിട്ട് മൊബൈൽ ബാങ്കിങ് ചെയ്താ പോരാ കൊച്ചച്ഛന്? നീ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കാശ് മേടിച്ചുകൊണ്ടിട്ട് പോയതല്ലേ കൊച്ചച്ഛനൊക്കെ? എന്നിട്ട് പാവാതെ അവന് കിട്ടിയില്ല. അതെന്റെ കീശയിലേക്ക് എത്തിയത്. കീശല്ല, അത് ബാലൻസ് ഉണ്ടായില്ല, പിടിച്ചു പോയതാണ്. ആ കീശയില് 3000 ഉറുപ്പുണ്ട്. നീ അത് എടുത്തു കൊണ്ടുപോയിട്ട് എന്റെ അക്കൗണ്ടിലെ ബാങ്കിലിടാം. എന്നിട്ട് അതിൽ നിന്ന് കൊച്ചച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം എനിക്ക് കറക്റ്റായിട്ട് മെസ്സേജ് വരും. 3000 ഉറുപ്പയും പിന്നെ കൊച്ചച്ഛൻ്റെ അക്കൗണ്ട് നമ്പറും ചെക്ക് ലീഫും അവിടെ ഉണ്ട്. എടുത്തിട്ട് ബാങ്ക് ചെല്ലി. എനിക്കൊന്നും പറ്റില്ല, ഉണ്ണി പോകും. എല്ലാം കൂടി ചൂട്ടി കൂട്ടി കത്തിക്കഞ്ഞ വണ്ടിയില്ല അച്ഛൻ്റെ അടുത്ത്. ഉണ്ണിയുടെ വണ്ടി വരും. ഉണ്ണിയെ വണ്ടി കൊടുത്താ പോയിട്ട് വാ. എന്തൊരു കട്ടൊന്നും കോംപ്ലിക്കേഷൻ കാര്യമാണ്. എന്ത് കട്ടൊന്നും നോക്കെ. 3000 രൂപ അക്കൗണ്ടിൽ അടക്കാൻ 3000 രൂപ പോരാട്ടോ, അതിന്റെ ഫീസൊക്കെ വേണം. അതിനെ എന്റെ അക്കൗണ്ടിൽ 1000 രൂപ കിടക്കുന്നുണ്ട്. നീ ചെല്ലാൻ നോക്ക്. റിസ്ക് പിടിച്ച പണിയാത്. അത് അവന്റെ എങ്ങാടാ? ഞാൻ നോർത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക്. ഞാനും നോർത്ത് ഇന്ത്യൻ ബാങ്കിൽ കാണല്ലോ. അന്നാ കേറിക്കോ. ഇതിന്റെ മുകളിലോ? എന്താ? ഇവിടെ ചവിട്ടി കേറിക്കോ. ചവിട്ടി കേറിക്കോ. ഇതിന്റെ കോണി എവിടെ? കോണിയൊന്നും വേണ്ടേക്ക്, ഇവിടെ ചവിട്ടി കേറിക്കോ. ആ കൊട കുത്തിയിട്ട് കാല് എങ്ങനെ ഇതുവരെ എത്തണ്ടേ? ഒരു കാര്യം ചെയ്യ്, ആ സർവേക്കല്ലിന്റെ അവിടേക്കൊന്ന് വെക്ക്. അന്നാ ഇക്ക നടന്നു വരും, ഞാൻ പോട്ടെ. അല്ലട ചങ്ങായി, ഞാനും വരാം. ഞാൻ സർവേക്കല്ലിന്റെ അവിടേക്കൊന്ന് തള്ളിയേ. ഞാൻ തള്ള. കൊമ്പഞ്ചെല്ലിയുടെ മോന്തിയും തേളിന്റെ വാലും എന്തത് സാധനം. ഇവിടെ നിർത്തി. ഒരു മിനിറ്റ്, ഈ കോടൊക്കെ നിങ്ങടെ നോക്കട്ടെ. അല്ലാഹുവേ ബിസ്മില്ലാഹി തവക്കലത്തു അലല്ലാഹ്. വിമാനത്തിന് കയറണം. ഞാൻ കാല് വെക്കേണ്ട സ്ഥലം ബ്രേക്കാണ്. അത് എന്റെ കാല് എവിടെ പുറകോട്ട് വെക്ക്. അടച്ച റബ്ബേ. ഇരുന്നല്ലേ? ഇരുന്ന് കൊട്ടാപ്പുറത്ത് കയറിയ മാതിരി അപ്പൊ ഇരിക്കണം. ഞാൻ പോട്ടെ. മറിമായം